എന്താ ലക്ഷ്മോളെ ഇങ്ങനെ നോക്കണേ? നീ ആരുടെ ധൈര്യത്തിലേക്ക് കിടന്ന് ഞെളിയണത്? ഞാനേ ആരുടെയും ധൈര്യത്തിലല്ല ഇവിടെ കിടന്ന് ഞെളിയുന്നത്. ഞാൻ എന്തും നേരിടുന്നത് ഒറ്റയ്ക്കാ. ഓഹോ, അപ്പൊ നീയാണല്ലേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ? അതെ, ഞാനും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ. എന്തേ അടുക്കളയിലും പിന്നാമ്പുറത്ത് എന്നെ പറ്റി എന്തായിരുന്നു സംസാരം? ഇനി നിന്നെ പറ്റി സംസാരിക്കുക നീ ആരുവാ? ഒന്ന് പോയാടി അവിടുന്ന്. അപ്പൊ നിങ്ങൾ എന്നെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. നിന്നെ പറ്റി ഇവിടെ എന്തോരം സംസാരിക്കാനാ? ശരിയാ, എന്നെ പറ്റി എന്ത് സംസാരിക്കാനാ? എന്ത് സംസാരിക്കാൻ? അയ്യേ കഷ്ടം. അതെ, ഭയങ്കര കഷ്ടാ. കഷ്ടമാ. അതെ 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 അതെ. എവിടെ പോയി ഭാര്യ? പുറത്തേക്ക് ഇറങ്ങി പോയി. അങ്ങനെ ഇങ്ങനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അവള് പോകത്തില്ല. നമ്മൾ വല്ലതും പറയുന്നുണ്ടോന്നറിയാൻ ഇവിടൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇനി അവളൊന്നും കേട്ടില്ലെങ്കിലും എന്റെ അടുത്ത് തന്നെ ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും അവളെ പറ്റി പറഞ്ഞോന്ന്. അപ്പാസാമി, ഞാൻ വായെ തുറക്ക മാട്ടേൻ. ഞാൻ വായെ തുറന്നാ അപ്പടിയെ വണ്ടി നിപ്പാവാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ കൂട്ടം കൂടി നിന്ന് സംസാരിക്കാതെ എല്ലാവരും ഒറ്റ തിരിഞ്ഞ് അവരോരോ കാര്യം അങ്ങ് നോക്കാം. അതാകുമ്പോ വലിയ പ്രശ്നമില്ലല്ലോ. ഇത് അവര് തമ്മിൽ സംസാരിച്ചതല്ലേ? അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ സംസാരിക്കുന്നത് കൊണ്ട് അമ്മ പിന്നല്ലാതെ. എന്റെ അമ്മൂമ്മ ഇതേപോലൊരു അനുഭവം കുഴിപ്പളത്തുണ്ടായിട്ടുണ്ട്. അമ്മ ഏതാണ്ട് പറഞ്ഞിട്ട് ഇവള് മുറി കയറി ഡോർ അടച്ചു. എന്നിട്ട് അവിടെ കിടന്ന് വിഷയം എന്ന് പറഞ്ഞ മുട്ട വിഷയം. ഞാൻ അവിടെ കൈയും കാലും പിടിച്ചിട്ട് അവിടെ പിടിച്ചു നിർത്തി അവൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് വാശി കൊണ്ട് പിടിച്ചെന്നേ. ചില സമയത്ത് സഹിക്കാനേ പറ്റത്തില്ല. ലച്ചു, സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നീ ഒരു തേങ്ങ പറയരുത്. നിനക്ക് നാണുണ്ടോടാ? ഉണ്ട്, നല്ല നാണമുണ്ട്. എനിക്കല്ല സത്യം പറയാൻ തന്നെ നാണക്കേടാണ്. അവര് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ എന്റെ 2-3 കാര്യങ്ങൾ പറഞ്ഞു പോയതാ. ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ കുറ്റം പറയുമ്പോ നീ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് വേണ്ടി സംസാരിക്കാൻ നീ എന്താ ചെയ്തേ? നീ അവരുടെ കൂടെ ചേർന്ന് ഭാര്യനെ കുറ്റം പറയുന്നു. എന്റെ പൊന്നു ലച്ചു, നിന്നെ സപ്പോർട്ട് ചെയ്താ സംസാരിച്ചേ. പക്ഷെ പറഞ്ഞു വന്നപ്പോ ചെറുതായിട്ട് കുറ്റം പോലെ ആയിപ്പോയത്. കുറ്റമല്ല, ഞാൻ കേട്ടത് പറഞ്ഞത് മൊത്തം. എന്താ എന്റെ അമ്മ ഇവിടെ ഓരോന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ചുമ്മാ വഴക്കുണ്ടാക്കുവാന്ന്. കൂടെ ഉണ്ടായിരുന്നല്ലോ, അവരവിടെ അടുക്കളയില നോക്കിക്കോ, എല്ലാത്തിനും തരാം. നീ ഇവിടെ തന്നെ പോയിരുന്നു. പണി പാളി. നമ്മളറിയാതെ അവള് ഫോണിൽ എന്തൊക്കെയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിന്റെ എല്ലാ വോയിസ് ക്ലിപ്പും അതിനകത്തുണ്ട്. എല്ലാം ഉണ്ട്. എന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ടോ? അമ്മയുടെ വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടില്ല, പക്ഷെ കാണും. കാണൂല. ഞാൻ അധികം ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ ചേട്ടനെ മുങ്ങിയതാ തോന്നണേ. കണ്ടുപിടിച്ചോളാ. ഇന്ന് എല്ലാത്തിനും കിട്ടും, നോക്കിക്കോ. അമ്മൂമ്മ, കരകാന്റി, അമ്മൂമ്മ, കരകാന്റി. എവിടെയോ ഒളിച്ചു നിക്കാണ്. അമ്മൂമ്മ, കരകാന്റി, നിങ്ങൾ ഒളിച്ചിരിക്കുമോ എന്ന് എനിക്കറിയാം. മര്യാദക്ക് പുറത്തേക്ക് വന്നോ. ഞാനായിട്ട് എങ്ങാനും കണ്ടുപിടിച്ച് അറിയാലോ, നിങ്ങളുടെ വിധിയായിരിക്കും. ഓഹോ, അതെ ശരി, ഒളിച്ചിരിക്കട്ടെ, കണ്ടുപിടിക്കാം. അവള് പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. അതുകൊണ്ട് ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. அம்மா அப்படின்னா நம்ம மதுரைக்கு போலாமா? അത് വേണ്ട, നമുക്ക് അങ്ങ് പടവലത്ത് പോവാം. அப்பா அங்க வருவாளோ? അങ്ങ് വന്നാലേ നമ്മൾ ഫ്രണ്ട് അങ്ങ് പൂട്ടും. എന്നിട്ട് നമുക്ക് അകത്തിരിക്കാം. വന്ന് നോക്കുമ്പോഴേ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയെന്ന് വിചാരിച്ചോളൂ. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി നമ്മുടെ ബാഗ് ഇങ്ങെടുത്തോണ്ട് വാ. அது வேணாம், நான் இங்கே நிப்பேன். நீங்க போய் வேணா பேக் எடுத்துட்டு வாங்க. പിന്നെ ശരി, பார்த்து போங்க. മാറങ്ങോട്ട്. மெதுவா மெதுவா.
நீங்க எப்படி பேக் எடுத்தீங்க? അവൾ ഇപ്പുറത്തൂടെ വന്നപ്പോ ഞാൻ അപ്പുറത്തൂടെ പോയി. അവൾ അപ്പുറത്തൂടെ വന്നപ്പോ ഞാൻ ഇപ്പുറത്തൂടെ ചാടി ബാഗ് എടുത്തോണ്ട് വെളിയിൽ ഇറങ്ങി. എന്നിട്ട് നമ്മളെ തിരക്കി മധുരം ഒക്കെ ചാടി അകത്ത് കടന്നിട്ടുണ്ട്. ஐயோ എങ്ങോട്ടാ രണ്ടുപേരും? കാശിക്കോ? കാശിക്ക് പോണം. ഇപ്പഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞ്. അപ്പൊ ഇപ്പൊ എങ്ങോട്ടാ? நாங்க கடையில போறோம் பொருள் எல்லாம் வாங்குறதுக்கு. ഈ ബാഗും കൊണ്ടോ? എനിക്കറിയായിരുന്നു രണ്ടുപേരും പടവലത്തേക്ക് മുങ്ങാൻ നോക്കൂലായിരുന്നോ? പടവലത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആര്? ഉമേഷ് ചേട്ടനോ? പണിക്കാരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പണിക്കാര് തൽക്കാലം അവിടെ നിക്കട്ടെ. ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക്. അല്ല, അവിടെ പോയിട്ട് അവിടെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. നമുക്ക് വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാ പോരെ? മതിയോ? ഓ ധാരാളം. നടക്ക് 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 നടക്ക്. മക്കളെ, അമ്മൂമ്മ പിച്ചോ മാന്തി ഒന്നും ചെയ്യല്ലേ. വേണ്ട, അമ്മൂമ്മയുടെ കയ്യുടെ മുട്ട് വയ്യ, കാലിന്റെ മുട്ട് വയ്യ, ഒന്നും വയ്യ. പിന്നെ അമ്മൂമ്മയുടെ നാവ് മോക്കറിയാവല്ലോ. അറിയാതെ ആ കുറ്റം പറഞ്ഞു പോന്നതാ. പ്രായത്തിന് മൂത്തവരെ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണല്ലോ. പ്രത്യേകിച്ച് അമ്മൂമ്മേനെ. അമ്മൂമ്മേനെ ഞാൻ ഒന്നും ചെയ്യില്ല. 2 ദിവസം ഞാൻ മുറി പൂട്ടിടും. എന്തിങ്ങേ? അമ്മൂമ്മ കയ്യോടെ തൂക്കിയല്ലേ? സമയം ശരിയല്ലെന്ന് തോന്നുന്നു. லெச்சு நான் ஒன்னும் செய்யல லெச்சு. അതെ, ആന്റി ഒന്നും ചൊല്ലിയില്ല. ആന്റി എന്താ പറഞ്ഞ? ലച്ചുവിനെ തല്ലണ്ട, വിരട്ടിയാ മതി. അതിനിടയ്ക്ക് അമ്മുമ്മ. ആരെ കൊണ്ട് അമ്മൂമ്മയ്ക്ക് എന്നെ തല്ലിക്കണ്ടേ? സിദ്ധുവിനെ കൊണ്ടാണോ അത് അമ്മൂമ്മയ്ക്ക് തന്നെ എന്നെ തല്ലണോ? അയ്യോ അയ്യോ അയ്യോ, അമ്മൂമ്മ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. തെളിവ് കേൾപ്പിച്ച് തന്നെ എല്ലാം ഉണ്ട് എന്റെ കയ്യില്. പിന്നെ അമ്മായി ഞാൻ ഒന്നും പറഞ്ഞില്ല. അതെ, ഒന്നും പറഞ്ഞില്ല. സ്റ്റാച്ചു പോലെ ഇവരൊക്കെ പറയുന്നത് കേട്ടോണ്ട് നിന്ന് അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി. എന്റെ കെട്ടിയവൻ വരെ എന്നെ കുറ്റം പറഞ്ഞു. ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ല. പിന്നെയാണ് എന്റെ അമ്മായി. കൊള്ളാം. നടക്ക് നടക്ക് നടക്ക്, എല്ലാം നടക്ക്. ഒരു നിമിഷം കിട്ടി കഴിഞ്ഞ അപ്പ എന്നെ കുറ്റം പറഞ്ഞു. നടക്ക്. തര എല്ലാത്തിനും ഞാൻ ഇത്.